ചേട്ടാ, CPM സംസ്ഥാനത്തെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഏറ്റവും ഒടുവിൽ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷുഹൈബിന്റെ വിചാരണ നീണ്ടുപോകുന്നു എന്നുള്ള ഒരു ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയാണ്. ഷുഹൈബിന്റെ പിതാവ് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു CPM-ന്റെ ഈ കാപാലികമായ രാഷ്ട്രീയത്തെയും ഈ രാഷ്ട്രീയ ഫാസിസത്തെയും അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ CPM-ന്റെ നിലപാടിനെയും? അതായത് ഉത്തര മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗങ്ങളിൽ CPM-ന്റെ കൊലപാതക കടാര രാഷ്ട്രീയം കുപ്രസിദ്ധി ആർജിച്ചതാണ്. നിരവധിയായ രാഷ്ട്രീയ എതിരാളികൾക്ക് CPM-ന്റെ കൊലക്കത്തികൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ഈ CPM-ന്റെ കൊലക്കത്തികൾ ലിസ്റ്റ് എടുത്താൽ തീരാത്ത ലിസ്റ്റ് ഉണ്ട്. ഈ കൊലക്കത്തിക്ക് ഇരയാകേണ്ടി വന്ന സാഹചര്യം KT ജയകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ, ശരത് ലാൽ ഉൾപ്പെടെ, കൃപേഷ് ഉൾപ്പെടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ഈ കൊലപാതക രാഷ്ട്രീയത്തിന് കാരണം ഇവരൊന്നും നാട്ടിൽ ക്രിമിനൽ പ്രവർത്തനം നടത്തിയത് കൊണ്ടല്ല. CPM-കാരന്റെ മുഖത്തു നോക്കി തൻ്റെ രാഷ്ട്രീയ ഫാസിസം ഈ നാട്ടിൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിന്ന് പാർട്ടി കോട്ടകളിലേക്ക് കടന്നുകയറി കോൺഗ്രസുകാരനായി ജീവിക്കാൻ ശ്രമിച്ച് CPM-കാരന്റെ മുഖത്തു നോക്കി ഞാൻ കോൺഗ്രസ് ആണടാ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അല്ല, ഒന്ന് നമ്മൾ ഓർക്കണം, രായ്ക്ക് രാമായണം ന്യൂനപക്ഷ പ്രേമം അഭിനയിക്കുന്ന CPM ആണ് അല്ലെ? ഏറ്റവും എനിക്ക് തോന്നുന്നു വലിയ തോതിൽ ന്യൂനപക്ഷ യുവാക്കളെ കൊന്നൊടുക്കിയിട്ടുള്ളതും ഇതേ പ്രസ്ഥാനം തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. 2018 ഫെബ്രുവരി മാസം 12-ാം തീയതി രാത്രി 10:45 മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ എടയന്നൂർ ടൗണിലിട്ട് ഷുഹൈബ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മട്ടന്നൂർ അസംബ്ലി ജനറൽ സെക്രട്ടറി ആയിരുന്ന ധീരനായ ചെറുപ്പക്കാരനെ 41 വെട്ടുവെട്ടി CPM ക്രിമിനലുകൾ കൊലപ്പെടുത്തിയത്. ആകാശ് തില്ലങ്കരിയെ പോലെയുള്ള CPM പാലൂട്ടി വളർത്തിയ ബോൺ ക്രിമിനൽസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈ ഷുഹൈബിന്റെ കൊലപാതകത്തിന് കാരണമായി CPM പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എടയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ KSU സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ KSU സ്ഥാനാർത്ഥികൾ വിജയിച്ചതിനെ തുടർന്ന് സ്കൂളിലെ KSUവിൻ്റെ ചെറിയ കുട്ടികളെ പുറത്തു നിന്നെത്തുന്ന CIT-യുടെ ഗുണ്ടകൾ ക്രൂരമായി ആക്രമിച്ചു. അവിടെ KSU-കാർക്ക് സംരക്ഷണമൊരുക്കിയ ഷുഹൈബ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസുകാർ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് KSU-കാർക്ക് സംരക്ഷണം ഒരുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ CIT-ക്കാരെ പ്രതിരോധിക്കേണ്ടി വന്നു. CIT-ക്കാരെ പ്രതിരോധിച്ചതിന്റെ പേരിൽ, അതായത് CPM-ന്റെ പാർട്ടി കോട്ടയിൽ CPM-കാരന്റെ മുഖത്തു നോക്കി ഞങ്ങളിവിടെ സംഘടനാ പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ CPM-ന്റെ ക്രിമിനലുകൾ വെട്ടിനുറുക്കുന്നത്. വെട്ടേറ്റ ഉടൻ ഷുഹൈബ് മരിച്ചു വീഴുന്നില്ല. വെട്ടേറ്റ് ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഷുഹൈബ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 കാലില്ലാതെ എനിക്കിനി എടയന്നൂരിൽ താമസിക്കേണ്ട, ഞാൻ മരിച്ചു വീണ പോയാലും ഞാൻ ഉയർത്തിപ്പിടിച്ച ത്രിവർണ്ണ പതാക എടയന്നൂരിന്റെ മണ്ണിൽ ഉയർന്നു പാറിപ്പറക്കുമെന്ന്. അത്രമാത്രം ധീരനായ CPM-ന് വലിയ നഷ്ടമുണ്ടായത് ഷുഹൈബിനെ കൊല്ലാൻ കഴിഞ്ഞെങ്കിലും ഷുഹൈബ് വധത്തോടുകൂടി എടയന്നൂർ പ്രദേശത്ത് കോൺഗ്രസ് പൂർവാധികം ശക്തി പ്രാപിച്ചു. ഷുഹൈബിന്റെ രക്തസാക്ഷിത്വത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് നൂറുകണക്കിന് ഷുഹൈബുമാർ CPM-കാരന്റെ മുഖത്തു നോക്കി ഞാൻ കോൺഗ്രസ് ആണതാണെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു തലമുറയെ വാർത്തെടുത്തു എന്നതാണ്. എടയന്നൂർ പള്ളിക്കാട്ടിലെ കബറിടത്തിലെ മൈലാഞ്ചി ചെടി ഇന്നും ഉണങ്ങിയിട്ടില്ല. ആ മൈലാഞ്ചി ചെടി ഇന്നും പൂത്ത് തളർത്ത് നിൽക്കുകയാണ്. കാരണം ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാട്ടുകാർക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു. ആകെ അദ്ദേഹം ചെയ്യാത്തൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടില്ല. CPM-കാരന്റെ കൂടെ നാട്ടിലൊരു ഗർഭിണിക്ക് രക്തം വേണമെങ്കിൽ, നാട്ടിലൊരു രോഗിയായി കിടക്കുന്ന ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരാൾക്ക് രക്തം വേണമെങ്കിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ഷുഹൈബ്. അതുകൊണ്ട് തന്നെയാണ് അക്ഷീണം പ്രവർത്തിക്കുന്ന രാവ് പകലാക്കി നാട്ടിലെ ഷുഹൈബ് മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് നടന്ന ഒരു സംഭവം കൂടി ഞാൻ പറയാം. നാട്ടിലൊരു കല്യാണത്തിന് വേണ്ടി കണ്ണൂർ ജില്ലയിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് ഷുഹൈബ് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് തൻ്റെ സ്വന്തം റിസ്കിൽ സ്വർണ്ണമെടുത്ത് കൊടുക്കുക. ആ കടം അത് പിന്നീട് അറിയുന്ന ഷുഹൈബ് മരിച്ചതിന് ശേഷം. അത്രത്തോളം ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, ജാതി ഉണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല. ആ ചെറുപ്പക്കാരനെയാണ് CPM ക്രിമിനലുകൾ വെട്ടിനിറക്കി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ആദ്യം 41 വെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഷുഹൈബിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങി വിലാപയാത്രയായി
കണ്ണൂരിലേക്ക് കൊണ്ടുപോയി മാഹിപ്പാലത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കന്മാർ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അതിവൈകാരികതയോടുകൂടി ത്രിവർണ്ണ പതാക പുതപ്പിച്ച ഷുഹൈബിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ അന്നവിടെ കോൺഗ്രസ് നേതൃത്വം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ സമ്മതം മൂളിയാൽ നിരവധിയായ CPM പ്രവർത്തകരുടെ ജീവൻ അവിടെ നഷ്ടമാകുകയായിരുന്നു. പക്ഷേ കോൺഗ്രസ് അവിടെ ആത്മസംയമനം പാലിച്ചെന്ന് മാത്രമല്ല, ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമാണ് കോൺഗ്രസ് പിന്നീട് ഏറ്റെടുത്തത്. കെ സുധാകരൻ കണ്ണൂർ കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ നിരാഹാര സമരം അല്ല. പക്ഷെ നമുക്കറിയാം കണ്ണൂരിൽ കണ്ണൂരിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ അതേ രീതിയിൽ പ്രതിരോധിച്ചത് കൊണ്ട് മാത്രമാണ് കണ്ണൂരിൽ CPM-നെതിരെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. പക്ഷെ അവിടെ അതേ ഒരു നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അവിടെ തീർച്ചയായും അവിടെ ഈ കെ സുധാകരൻ നടത്തിയ നിരാഹാര സമരം തുടർന്ന് ഈ കേസ് CBI അന്വേഷണത്തിന് വിടുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം ഈ കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി 96 ലക്ഷം രൂപ ചെലവാക്കിയാണ് അഡ്വക്കേറ്റുമാരെ വക്കീലുമാരെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. ഈ കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പറയുന്ന CPM ആ CPM സംസ്ഥാനം ഭരിക്കുമ്പോൾ ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കാൻ 96 ലക്ഷം രൂപ കൊടുത്ത് വക്കീൽമാരെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടി നിർദ്ദേശിച്ച പ്രകാരം, പാർട്ടിയുടെ ആഹ്വാന പ്രകാരമാണ് ഷുഹൈബിന്റെ കഴുത്തിലേക്ക് കടാര കുത്തിയിറക്കിയതെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. അത് മാത്രമല്ല, സംസ്ഥാനം CPM ഭരിക്കുന്ന സാഹചര്യത്തിൽ ഷുഹൈബിന്റെ ആത്മാവിന് പോലും നീതി കിട്ടാത്ത തരത്തിൽ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ അതേ കാട്ടാള സംഘം ആ ഷുഹൈബിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ വധക്കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഷുഹൈബിന്റെ പിതാവിന് പരസ്യമായി രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം. അല്ല, ഞാൻ ഈ പറയുന്ന വക്കീലുമാരെ 96 കോടി രൂപ മുടക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരും അതിന്റെ കൂട്ടരും ഈ പറയുന്ന പ്രതികൾക്ക് വേണ്ടി ഹാജരാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരും ഈ നേതാക്കന്മാരും വീണ്ടും ഈ പറയുന്ന ക്രിമിനലുകളെ, ഈ CPM ക്രിമിനലുകളെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നു അല്ലെ? തീർച്ചയായും മരണ വാറണ്ടിൽ ഒപ്പിട്ടത് കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ നേതാക്കന്മാരാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഷുഹൈബ് വധക്കേസിലെ പ്രതികൾക്ക് സംരക്ഷണ കവചമൊരുക്കാൻ, അവർക്ക് നിയമസഹായം ഉറപ്പാക്കാൻ CPM ഇത്രത്തോളം ശ്രമിച്ചു എന്നത്. മരണ വാറണ്ടിൽ ഒപ്പിട്ടത് CPM-ന്റെ നേതാക്കന്മാരാണ്. കണ്ണൂർ ജില്ലയിൽ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ഏത് കൊലപാതകവും, അത് BJP-കാരനെ കൊന്നതാവട്ടെ, കോൺഗ്രസ്സുകാരനെ കൊന്നാട്ടെ, മുസ്ലിം ലീഗുകാരനെ കൊന്നാട്ടെ, SDPI-കാരനെ കൊന്നാട്ടെ, CPM-ന്റെ രാഷ്ട്രീയ എതിരാളികൾ ആരെ കൊന്നാലും ആ മരണ വാറണ്ടിൽ ഒപ്പിടാറുള്ളത് CPM-ന്റെ നേതാക്കന്മാരാണ്. CPM-ന്റെ നേതാക്കന്മാരറിയാതെ കണ്ണൂരിൽ ഒരു കൊലപാതകം നടക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം CPM അറിഞ്ഞ കൊലപാതകമാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ കുടുംബം ആവശ്യപ്പെട്ടിട്ടും ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. കോടതിയിൽ ഇത് വളരെ കൃത്യമായി ഇക്കാര്യം പറഞ്ഞതാണ്. പക്ഷേ അതുപോലും ലംഘിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതി വിധിയെ കാറ്റിൽ പറത്തുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അനന്തമായി ഈ കേസിൻ്റെ വിചാരണ നീണ്ടുപോവുകയാണ്. വിചാരണ നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് ഷുഹൈബിൻ്റെ പിതാവ് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഷുഹൈബിൻ്റെ പിതാവ് മാത്രമല്ല, ഈ കേസ് വിചാരണ നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസും KSU-വും കോൺഗ്രസുമെല്ലാം രംഗത്തിറങ്ങും. ഷുഹൈബിൻ്റെ ആത്മാവിന് നീതി ലഭിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ എന്നുമുള്ള എക്കാലത്തെയും വലിയ ആഗ്രഹം. കാരണം അത്രത്തോളം കോൺഗ്രസിനെ സ്നേഹിച്ച, നാടിനെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് വിടരും മുമ്പേ CPM-ന്റെ ക്രിമിനലുകൾ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച് ഈ കേസിന്റെ വിചാരണ ഉടൻ തുടങ്ങണം. ഈ ക്രിമിനലുകൾക്ക് ലഭിക്കാൻ പറ്റിയ അത് സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനോ എല്ലാം തന്നെ CPM ഭരിക്കുമ്പോൾ, ശക്തമായി CPM ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്കൊക്കെ ഗവൺമെന്റ് പോകും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. അത് തന്നെയാണ് കോടതി ഉത്തരവുണ്ടായിട്ട് പോലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അല്ല, ക്രിമിനലുകളെ പാലൂട്ടി വളർത്തുന്ന ഗവൺമെന്റാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണ വാറണ്ടിൽ ഒപ്പിട്ടത് CPM നേതാക്കളാണെങ്കിൽ ഈ കേസിന്റെ വിചാരണ മുന്നോട്ട് പോകുമ്പോൾ CPM പ്രവർത്തകർക്ക് ജയിലിൽ പോകേണ്ടി വരും. പരമാവധി അവരെ പുറത്തു നിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് പാർട്ടിക്ക് ഇതിനകത്തുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിയമ പോരാട്ടമല്ലാതെ മറ്റൊരു വഴി പാർട്ടിയുടെ കോൺഗ്രസിന്റെ മുന്നിലുള്ള, കാരണം ഈ ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികൾക്കും പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സംബന്ധിച്ച ഏതറ്റം വരെയും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഷുഹൈബിന്റെ കുടുംബം ഒറ്റയ്ക്കല്ല, ഷുഹൈബിന്റെ കുടുംബത്തോടൊപ്പം കോൺഗ്രസ് ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ട്, മുൻ അധ്യക്ഷൻ K സുധാകരനുണ്ട്, അതോടൊപ്പം തന്നെ KPCC മുഴുവനുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. ഈ കേസിനകത്ത് ഏതറ്റം വരെയും മുന്നോട്ട് പോയി ഷുഹൈബിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതുവരെ കോൺഗ്രസ് ഒപ്പമുണ്ടാകും. എന്തായാലും CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് മാത്രമല്ല
കേരളീയ പൊതുസമൂഹം രാഷ്ട്രീയം മറന്ന് കൂടെയുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കാരണം ഇനിയൊരു ചെറുപ്പക്കാർക്കും ജീവൻ നഷ്ടമാകരുത്, ഇനിയൊരു അച്ഛനമ്മമാർക്കും രക്ഷിതാക്കൾക്കും തങ്ങളുടെ മക്കളെ നഷ്ടമാകരുത്, ഇനിയൊരു സഹോദരിമാരും വിധവകളാകരുത്, ഇനിയൊരു കുട്ടികളും അച്ഛനെ നഷ്ടപ്പെട്ട് അനാഥരാകരുത്. ആ ഒരു പോരാട്ടത്തിനകത്ത് കേരളീയ സമൂഹം മുഴുവൻ മുന്നിലുണ്ടാവും.